തലശ്ശേരി മേലൂട്ട് മടപ്പരയിൽ ഞാൻ എത്താൻ കാരണം ശ്രീ മുത്തപ്പന്റെ നിശ്ചയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇത്തരം ചില അനുഗ്രഹങ്ങൾ കൊണ്ടാണ് മനസ്സ് എപ്പോഴും ഒരു നെയ്ത്തിരി പോലെ തെളിഞ്ഞു കത്തുന്നത്. പൊയ്ക്കണ്ണിന്റെ സൂക്ഷ്മ സുഷിരത്തിലൂടെ ത്രിലോകങ്ങൾ മുഴുവനും കാണുന്ന ദൈവം. കനിവിന്റെ ഉറവ പറ്റാത്ത പ്രവാഹമാണ് ശ്രീമുത്തപ്പൻ. അത് അനുഭവിച്ച് അറിയുക തന്നെ വേണം. തലശ്ശേരി പുതിയ സ്റ്റാൻഡിൽ നിന്ന് മണവാട്ടി ജംഗ്ഷൻ വഴി മഞ്ഞോടിയിലേക്കുള്ള റോഡിലാണ് ഈ മുത്തപ്പൻ മടപ്പുര. മണവാട്ടി ജംഗ്ഷനിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ട് ചെന്ന് റെയിൽവേ മേൽപ്പാലം കടന്നാൽ ഉടനെ ഇടതുവശത്താണ് ഈ ക്ഷേത്രം. പഴയ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിന് അടുത്തായിട്ട് വരും. ജനസഹസ്രങ്ങൾ തിരമാലകൾ പോലെ ഇവിടേക്ക് അലയടിച്ച് എത്തുന്നുണ്ടായിരുന്നു. ഈ തിക്കിലും തിരക്കിലും ക്യാമറയും കയ്യിൽ പിടിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ഞാനങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. മുൻകൂട്ടി ക്ഷണിച്ച ഒരു അതിഥിയെ സ്വീകരിക്കാനെന്ന പോലെ ഒരാൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് ധൃതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. ആ അതിഥിയെ കാണാൻ ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹം അടുത്തേക്ക് നടന്നു വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ആ അതിഥി ഞാനാണെന്ന ബോധം എനിക്കുണ്ടായത്. ഒരല്പസമയത്തേക്ക് പ്രജ്ഞ നഷ്ടമായ ഞാൻ പിന്നെ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു യൂട്യൂബറാണ്, ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കയ്യിലെ പിടിവിടാതെ തിരക്കിനെ വകഞ്ഞുമാറ്റി അദ്ദേഹം എന്നെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് നയിച്ചു. 11 വർഷമായി ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ ധനപാലനായിരുന്നു അദ്ദേഹം. ഇതൊക്കെയാണ് ശ്രീമുത്തപ്പന്റെ മായാജാലങ്ങൾ. 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഞാനെന്ന അല്പപ്രാണിയെ കണ്ടെത്താൻ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാക്കിയത് ശ്രീമുത്തപ്പന്റെ കാരുണ്യമൊന്നു മാത്രമാണ്. തലശ്ശേരിയിലേക്കുള്ള എൻ്റെ വരവ് പോലും തൻ്റെ പൊയ്ക്കണ്ണിലൂടെ ഈ കരുണാമയൻ കണ്ടിരിക്കാം. അതൊന്നുകൊണ്ട് മാത്രമായിരിക്കും ഞാനവിടെ എത്താനും അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായി ഒരാൾ എന്നെ വന്ന് സ്വീകരിക്കാനും കാരണമായത്. എവരാണോ ചെയ്യുന്നതാണെന്ന് അത്രത്തോളം ഫലങ്ങൾ ഉണ്ടാവും. അങ്ങനെ കഴിയോ കൊണ്ടുപോകും. ചില കാര്യങ്ങൾ സ്വപ്നങ്ങൾ പോലെയാണ്. അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു അങ്കലാപ്പാണ് നമ്മിലുണ്ടാക്കുക. അഭൂതപൂർവമായ ഈ തിരക്കിനിടയിലും എനിക്ക് എല്ലായിടത്തും എത്തിച്ചേരാനും എളുപ്പത്തിൽ വീഡിയോ എടുക്കാനും സാധിച്ചത് പ്രസിഡന്റിന്റെ ഈ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ്. തലശ്ശേരിയിലെ ഒരു എണ്ണപ്പെട്ട ഒരു മടപ്പരയാണ്. നമ്മുടെ കേരളത്തിനകത്തും മാത്രമല്ല രാജ്യത്തിന് പുറത്തും അറിയപ്പെടുന്ന വലിയൊരു മടപ്പരയാണ്. എന്ന് വെച്ചാൽ വലിയ ഭക്തജനം സ്വാധീനം കൂടിയുള്ള മടപ്പരയാണ് വർഷങ്ങളായിട്ട്. ഇതിന് ഇവിടെ അത് മുത്തപ്പൻ മാത്രമല്ല, മുത്തപ്പനും ചെറിയ മുത്തപ്പനും തിരുവപ്പനുണ്ട്. ചെറിയ മുത്തപ്പൻ തിരുവപ്പന മനുഷ്യങ്ങൾ പോതിയുണ്ട്. പിന്നെ ഗുളികൻ്റെ പൂയ മാത്രമേ കെട്ടിയാടലില്ല. പിന്നെ കലശം വരും, കലശങ്ങളുണ്ടാവും. അത് 10 മണിക്കൂറിന് മടിയം കലശം വിട്ട് പോയിട്ട് കലശം മടങ്ങി വരുന്നേരം ഉണ്ടാ പോയി 2 മണിക്ക് എത്തിയാണ് പൊത്തറ ഉണ്ടാകുക. പിന്നെ അന്നദാനം ഇത് 2 ദിവസവും തുടർച്ചയായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ ഉത്സവമാണ് ഇത്. 2 ദിവസം 27, 28 ജനു 12, 13. ജനങ്ങൾ ഭയങ്കര ജനങ്ങളാണല്ലോ. ഇത് അസാധ്യ ജനമാണ്. ജനങ്ങൾ റോഡിനകത്തും പുറത്തുണ്ട്. ഏതാണ്ട് 5,000-8,000 ആൾ ഇപ്പോൾ റോഡ് വരെ ബ്ലോക്ക്. ചെറിയ സൗകര്യമുള്ളതും കൂടി നമ്മുടെ മിതമായ സൗകര്യത്തിൽ എല്ലാ വെജിറ്റേറിയൻ ഭക്ഷണം മുഴുവനായി. പിന്നെ
കാവ് കറി ചോറാണ് ഇന്നലെ പകലും 2 ദിവസം ഉണ്ട്. ഇതിപ്പോൾ ഇന്നലെ രാവിലെ തുടങ്ങിയ ഉത്സവം? ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ തുടങ്ങിയാട്ടെ. അതിന് മുന്നോടിയായിട്ട് നമ്മൾ തന്ത്രി പൂജ ഉണ്ടായിരുന്നു 26-ാം തീയതി. പിന്നെ ദേവി പൂജ ഉണ്ടായിരുന്നു. പിന്നെ ഗുരുസ്ഥാനത്തിന് പൂജ ഉണ്ടായിരുന്നു. ഗുരുസ്ഥാനത്തെ പൂജ ജഗന്നാക്ഷേത്രത്തിലെ മേൽശാന്തി ഉണ്ടായിരുന്നു. ശാന്തിയാണ് മീൻശാന്തി ഉണ്ടായിരുന്നു. മറ്റേ ദേവി പൂജകൾ പൂർവ്വക്കാവുണ്ട് മുഴപ്പിലങ്ങാട്. അവിടെ 1060 ചെയ്തു. അവിടുത്തെ ആയത്താണ്. കഴിഞ്ഞ വർഷം അവർ ചെയ്തു. അത് നല്ല ഭക്തിനിർഭരമായൊരു പൂജയായിരുന്നു. ദേവി ഇവിടെ കൂർമ്മ ഭഗവതി തന്നെ. ഇവിടുത്തെ ഭഗവതിയാണ്. കൂർമ്മയല്ല, ഭഗവതി. പിന്നെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് ഇതെല്ലാം നടത്തുന്നത് 954 കമ്മിറ്റിയായിരുന്നു. നിങ്ങളിപ്പോൾ 2003 മുതൽ പ്രസിഡന്റ്. അതിന് മുന്നിൽ ഞാൻ ഡയറക്റ്റ് ആയിരുന്നു കേട്ടോ. കഴിയോ കൊണ്ടുപോലെ ഭക്ഷണപ്രസാദം നൽകുന്നിടത്തെത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. ആയിരക്കണക്കിന് ആളുകൾ അണമുറിയാതെ ഒഴുകിയെത്തുന്നു. മുഖത്ത് ഒരു ചെറുപുഞ്ചിരിയുമായി ഇവിടെ എത്തുന്ന എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പി നൽകുന്ന ഇവിടെയുള്ള മനുഷ്യർ. ഇത് പ്രതിഫലേച്ഛയില്ലാത്ത ഒരു സമർപ്പണമാണ്. ശരിക്കും അതിഗംഭീരമായ ഒരു സദ്യ എന്ന് തന്നെ പറയേണ്ടി വരും. അതിതീവ്രമായ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന ഇതുപോലെയൊരു മാതൃസമിതി മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും കാണാനുണ്ടാവും. പുരുഷന്മാരുടെ പ്രവർത്തനത്തിന്റെ തത്തുല്യ മികവോടെ തന്നെയായിരിക്കും ഇവരുടെയും സേവനം. കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ, പറഞ്ഞാലും മതിവരാത്ത വിശേഷങ്ങൾ. ഈ തിരുമുറ്റത്ത് നിറഞ്ഞു നിന്നങ്ങനെ അനുഗ്രഹം ചൊരിയുന്ന ദേവ ചൈതന്യങ്ങൾ. ഈ പ്രദേശത്തുകാരുടെ വിശ്വാസത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് മേലൂട്ട് മടപ്പുര. ഞാനും അതിൽ പങ്കുചേരുന്നു. ഒരു നുള്ള് തുമ്പയും തുളസിയും ഇനിയങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ വെളിച്ചം പകരുമെന്ന വിശ്വാസത്തോടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.